അതേപോലെ പറയുന്നത് ഈ ഒറ്റ മൈനെ കണ്ടു കഴിഞ്ഞാൽ അടി എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് 2 മൈനെ കണ്ടിട്ട് മുമ്പ് അടി കിട്ടും അറിയത്തില്ല. പിന്നെ നമുക്ക് എന്തായാലും സാറോട് പറഞ്ഞു നോക്കാം. സയൻസ് ഡേയുടെ പരിപാടിയെ പറ്റി സാറിന് പറയാൻ സാറ് ഗുഡ് മോർണിംഗ് സർ. ഞങ്ങളൊരു സ്കിറ്റ് ചെയ്താലും ആലോചിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഞാൻ പ്രിൻസിപ്പാളിനോട് ഇതിനെ പറ്റി നമുക്കൊന്ന് സംസാരിച്ചിട്ട് പെർമിഷൻ ഓക്കെ. എന്താണെന്ന് അറിയത്തില്ല, 2 ദിവസം ഇത് ഭയങ്കര ചൂടാണ്. അതറിയാൻ കണ്ണ് വെച്ചതായിരിക്കും. അമ്മ എന്തേ പറയുന്നത്? ഇതാരും കണ്ണ് വെച്ചൊന്നും ആയിരിക്കത്തില്ല. അത് ഫോൺ ചാർജ് ചെയ്തിട്ടില്ല. ഇതൊന്ന് ഞാൻ നോക്കട്ടെ. ദോഷം അന്ന് പിന്നെ ഒരു പൊട്ടത്തരങ്ങൾ പറയുന്നല്ലേ. ഇത് ഈ കാലാണ്, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലുള്ളൊരു സയൻസിനെ ആരും വിശ്വസിക്കണ്ട. ഈ മനുഷ്യൻ നന്നാണോ ഇതിൽ ആരും അന്ധവിശ്വാസം നോക്കും, എന്നിട്ട് ശാസ്ത്രത്തെ വിശ്വസിക്കണം. ഇതൊക്കെ ആരോട് പറയാനാ? ഇന്ന് നടന്ന സയൻസ് ഡേയുടെ ഭാഗമായിട്ട് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസ് ഇവിടെ കണ്ടക്ട് ചെയ്ത സ്കിറ്റ് വളരെ നല്ല മികച്ചതായിരുന്നു. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രഭാകരൻ സാറിനെ ഇതിലേക്ക് ക്ഷണിപ്പിക്കാം. വളരെയധികം മനോഹരമായിരുന്നു. അത് നിങ്ങൾ എന്താണ് നമ്മുടെ സയൻസിന് പ്രാധാന്യം എന്താണെന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ സ്കിറ്റിലൂടെ സഹായിച്ചു. അത് എല്ലാവരും ഉണ്ടാകാനായിട്ട് സഹായിച്ചായിരുന്നു നിങ്ങളുടെ ഈ നാടകത്തിലൂടെ. എന്തെങ്കിലും ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നത്? നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഭയം എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ അതിലൂടെ നേരിടേണ്ടതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല കറക്റ്റായിട്ട്. സയൻസിന് പ്രാധാന്യം അവിടെയാണ് കൂടുതലായിട്ട് വരുന്നത്. എത്രമാത്രം സയൻസിനാണെങ്കിൽ ഭയത്തിലും മറ്റുള്ള കാര്യങ്ങൾ ഏത് കാര്യം നമ്മൾ എങ്ങനെ അറിയേണ്ടത് സത്യത്തോടായിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തിനെ സംശയമില്ലാതെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. പല അന്ധവിശ്വാസങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കും. അതാണെങ്കിൽ വളരെ ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. ഓരോ ദിവസങ്ങളും നമ്മൾ നിത്യം കണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ഏത് കാര്യം സത്യസന്ധമായിട്ടായിരിക്കും ചോദിക്കുന്നത്. ഒരാളോട് പറയുന്നതായും പ്രവർത്തിക്കുന്നതായും സത്യസന്ധമായിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും അത് ഓർത്തിരിക്കുക. നമ്മളാണെങ്കിൽ എപ്പോഴും ഒരു സംശയം ചോദിക്കണം. ആരോടായാലും നമ്മൾ സംശയം ചോദിക്കാനായിട്ട് എവിടെ ചെന്നിരുന്നാലും നമ്മൾ സംശയം ചോദിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. അതേപോലെ തെളിവ് ഓരോ കാര്യത്തിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൂവൺ ചെയ്യണം. നമ്മുടെ സയൻസിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് സയൻസിന് ഒരു പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാത്രമേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നിലനിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മളെവിടെ ഉയർന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്ധവിശ്വാസത്തിൽ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി തന്നെ ജീവിക്കാനായിട്ട് നമ്മൾ നോക്കണം. താങ്ക് യു.
Increasing scientific temper helps people to overcome superstitions and enhances their ability for critical thinking.